റാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ, അതിലേക്ക് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി. ഇത് അരച്ചിട്ട് വരാം. ഇതൊരു ബൗളിലേക്ക് കൊട്ടി വയ്ക്കാം. തന്നെ 2 പട്ട, 3 ഏലക്ക, കറാമ്പൂ, കുരുമുളക്, പെരിഞ്ചീരകം, പുതിനേൻ്റെ ഇല, മല്ലിയില. ഇതൊന്ന് അരച്ചിട്ട് വരാം. ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കും. ഈ കുതിർത്ത് വെച്ച ഒരു 10-15 അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് വരാം. അതിലേക്ക് 3/4 ടീസ്പൂണ് ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് തുടങ്ങാം. ഇനി 2 സ്പൂണ് നെയ്യ്, കുറച്ച് ഓയിൽ, അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്കായ, പെരിഞ്ചീരകം, അതിനകത്തും കൂടി ഇടാമെന്ന് പറയാം. ഇതെല്ലാം കൂടി 2 സവാള ഇടുന്നത്. ഇതിന് മസാല അരച്ചത്, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം അരച്ചത് അരച്ച് കൊടുക്കാം. അരച്ച് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. മസാലകളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് അരച്ചത് ചേർക്കാം. ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചേർക്കാം. പൊടി വെച്ചിട്ട് വേവട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്തോ നോക്കാം. ഉപ്പും എല്ലാം മതിയോ നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കാം. പാകത്തിന് ഉപ്പുണ്ട്. ചിക്കൻ ഗ്രേവി എടുത്തിട്ട് ഇതിലേക്ക് മാറ്റാം. വേറെ മാറ്റി വയ്ക്കാം. അതോടെ ഇരിക്കട്ടെ. 3/4 കിലോ കൈമ റൈസ് എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് വരാം. 2 കപ്പ് വെള്ളം ഒഴിക്കാം. 2 കപ്പ് വേണ്ട, 1/4 കപ്പ്. അതിലേക്കുള്ള ഉപ്പ്, വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3/4 കിലോ അരിയാണ് കഴുകിയത്, അതിട്ട് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. വേവട്ടെ. ഇനി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ലേശം ചെറുനാരങ്ങ, അതിൻ്റെ കുരു നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി അഭിപ്രായങ്ങൾ അയക്കണം. ഇതിന് മുകളിലേക്ക് നമ്മൾക്ക് ലേശം മല്ലി പുതിന ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രമിച്ച് സപ്പോർട്ട് ചെയ്യുക. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇനിയൊരു വീഡിയോയിൽ കാണാം.